ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലഘുകുറിപ്പാണല്ലേ. ഓക്കെ, ചോദ്യം നോക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ യപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരാൾ നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ലഘു കുറിപ്പ് എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണുള്ളത്. മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണ് തങ്ങളെന്നാണ് ഓരോ മതവിഭാഗക്കാരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. ഒരാളെ നല്ലവൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്, അല്ലാതെ ജാതിയോ മതമോ അല്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ നല്ലവനായി തീരുന്നതിനെ കുറിച്ചുള്ള ഗുരുവിൻ്റെ അഭിപ്രായം ഇതാണ്. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലതെന്ന് പറയുന്നത്. അയാളുടെ കർമ്മം നോക്കിയാണ്, അല്ലാതെ ജാതിയോ മതമോ അല്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ നല്ലവനായി തീരുന്നതിനെ കുറിച്ചുള്ള ഗുരുവിൻ്റെ അഭിപ്രായം ഇതാണ്. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ല ആളാകുന്നത്. അതിന് ജാതി മത വ്യത്യാസങ്ങൾ തടസ്സമാകരുത്. അങ്ങനെ വരുന്നതോടെ ആ വ്യക്തി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല മനുഷ്യനായി തീരും. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലൊരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്? വർണ്ണനയാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. മുറ്റത്ത് മുല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. മുല്ല നിറയെ പൂക്കൾ, മുല്ലയുടെ ചുവട്ടിലും പൂക്കൾ, വെളുവെളുത്ത പൂക്കൾ. പൂക്കൾ പുഞ്ചിരിക്കുന്നു. വാവക്കുട്ടി കൈ നിറയെ പൂക്കൾ എടുത്തു. ഹായ്, എത്ര നല്ല വാസന! പ്രകൃതി അമ്മയുടെ അത്ഭുത ലോകത്തിൽ എസ് ശിവദാസ്. കാഴ്ചകൾ എത്ര സുന്ദരമാണ്! കണ്ണും കാതും തുറന്നു വെച്ച് കാണണം. മാളു കണ്ട കാഴ്ചകൾ ഓർമ്മയിലുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ കണ്ട കാഴ്ച വർണ്ണിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എളുപ്പമല്ലേ? നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വർണ്ണിച്ച് ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ. ഓക്കെ, നോക്കാം. പ്രഭാതത്തിൽ കുറച്ചു സമയം മുറ്റത്തും തൊടിയിലുമൊക്കെയായി ഞാൻ സമയം ചെലവഴിക്കാറുണ്ട്. അന്നും പതിവ് പോലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിന് അതിരിട്ട് ധാരാളം പൂച്ചെടികൾ നിൽക്കുന്നുണ്ട്. ഞാൻ അവയ്ക്കരികിലെത്തി. ഇന്നലെ വരെ മൊട്ടുകളായിരുന്നവ ഇന്ന് പൂക്കളായി മാറിയിരിക്കുന്നു. അവ വിവിധ വർണ്ണങ്ങളിൽ വിടർന്നു വിലസി നിൽക്കുന്നു. ഞാൻ പതുക്കെ പനിനീർ ചെടിയുടെ അടുത്തെത്തി. ചുവന്ന തൊടുത്ത് ചുറ്റിലും സുഗന്ധം പരത്തിക്കൊണ്ട് നിൽക്കുന്ന പനിനീർ പൂക്കളിൽ പതുക്കെ തലോടി. കുറച്ചു മാറി ചെമ്പരത്തി ചെടിയിലിരിക്കുന്ന ഒരു കുഞ്ഞു കുരുവി തൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് തേൻ കുടിക്കുന്നു. ചുറ്റിലും പലതരം കിളികളുടെ ശബ്ദം. എന്തൊക്കെയാവും അവ പറയുന്നത്? ചെടികളിലൊക്കെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് അവയൊക്കെ മുത്തുകൾ പോലെ തിളങ്ങുന്നുണ്ട്. ആകെക്കൂടി മനസ്സിന് ഉന്മേഷവും ഉത്സാഹവും തോന്നി. ആ ഉന്മേഷത്തോടെ ഞാൻ വീട്ടിനകത്തേക്ക് കയറി. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു വർണ്ണന തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് ഉപന്യാസമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നും എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുമാണ് അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ പ്രളയകാലത്ത് നാം പരസ്പരം സഹായിച്ചതുകൊണ്ടാണല്ലോ ദുരന്തത്തിൻ്റെ ഭീകരത ഇത്രയും കുറയ്ക്കാനായത്. ഈ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങൾക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധ അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിനു പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്.
സ്വന്തം സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല, അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. മനുഷ്യ നന്മ. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. പ്രവർത്തനം 3, ലഘുകുറിപ്പ്. താഴെ പറയുന്ന സൂചകങ്ങൾ വികസിപ്പിച്ച് കേരള കലാമണ്ഡലത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കൂത്തമ്പലം എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ചെറുതുരുത്തി, ഭാരതീയ നൃത്തകലകൾ, കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ, വള്ളത്തോൾ, ഗുരുകുല സമ്പ്രദായം. അപ്പോൾ ഈ തന്നിട്ടുള്ള ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെ, കേരള കലാമണ്ഡലത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നമുക്ക് എഴുതാം. ഭാരതീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം. കേരളത്തിൽ രൂപം കൊണ്ട കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, പഞ്ചവാദ്യം, ഭരതനാട്യം എന്നീ കലകളിൽ പരിശീലനം കൊടുക്കുന്നു. പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികളുണ്ട്. വള്ളത്തോൾ നാരായണമേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം നൽകിയത്. കേരള കലാമണ്ഡലത്തിൽ 1976 നിർമ്മിച്ച കൂത്തമ്പലം ആകർഷകമാണ്. കൂത്തമ്പലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന തൂണുകളിൽ 108 നൃത്തരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഭരത മഹർഷിയുടെ നാട്യശാസ്ത്രപ്രകാരം പ്രത്യേകം സൂക്ഷിച്ച വേദിയാണ് കൂത്തമ്പലം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർ കൂത്ത് എന്നിവ കൂത്തമ്പലങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നൽകിയിട്ടുള്ള ഹിൻസും കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറിപ്പ്, കേരള കലാമണ്ഡലത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉപന്യാസമാണല്ലേ. പുഞ്ചിരിക്കുന്ന പൂക്കൾ, പാട്ടുപാടുന്ന കിളികൾ, സുഗന്ധം പരത്തുന്ന കാറ്റ്, വേലപൂരങ്ങൾ നടത്തുന്ന കാവുകൾ തുടങ്ങി നമ്മുടെ നാടിൻ്റെ അഴകിനെക്കുറിച്ച് പി. കുഞ്ഞിരാമൻ നായർ എങ്ങുപോയി എന്ന കവിതയിൽ പറയുന്നുണ്ട്. പച്ചവിരിച്ച വയലുകൾ, പാടുന്ന പുഴകൾ, ഇങ്ങനെ എന്തെല്ലാം. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചേർക്കുന്ന ഒരു ഉദ്ധരണിയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത്. മനോഹരമായ പുൽമൈതാനങ്ങളും കൊച്ചുമലകളും പച്ച പുതച്ചു നിൽക്കുന്ന ഗ്രാമങ്ങളും കളകളാരവം പൊഴിച്ച് ഒഴുകുന്ന പുഴകളും കേരളത്തിന് വെള്ളിക്കൊലിച്ചിട്ട അറബിക്കടലും ചേർന്ന് സുന്ദരഭൂമിയാണ് കേരളം. ശുദ്ധജലവും ശുദ്ധവായുവും കായ്ക്കനികളും നിറഞ്ഞ മനോഹര ഭൂമിയായ കേരളത്തിലെ ചക്കപ്പഴത്തിൻ്റെ സുഗന്ധവും രുചിയും ഗുണഗണങ്ങളും പറഞ്ഞറിയിക്കേണ്ടതില്ല. കേരളത്തിലെ കുരുമുളകും ഏലക്കായും കറുവപ്പട്ടയും ലോകമെങ്ങും പേരും പുകഴ്ചയും മാത്രമല്ല സുഗന്ധവും പരത്തി. ചിത്രം വരച്ചതുപോലെ സ്വപ്നസുന്ദരമായ ഈ നാട് ഇന്ന് അതിൻ്റെ തനിമ നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലകളും കുന്നുകളും പച്ചവിരിച്ച നെൽപ്പാടങ്ങളും കാണാനില്ല. കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ പറയുന്നത് പോലെ നല്ലതൊന്നും കാണാനില്ലാതായിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ഒത്തൊരുമിക്കാം.